നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. കുബൂസൊക്കെ അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും സംഭവം കണ്ട ഇത് നീ എവിടുന്ന് കോപ്പി അടിച്ചാണെന്നൊന്നും പറയാൻ പറ്റൂല. സത്യം പറഞ്ഞത് എവിടുന്ന് കോപ്പി അടിച്ചാ? യൂട്യൂബിൽ നിന്ന് കണ്ടതാ. അവിടെ വരട്ടെ. അപ്പം നമുക്ക് ഏതായാലും ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. 2 ടീസ്പൂണ് പഞ്ചസാര, പിന്നെ 1 ടീസ്പൂണ് ഈസ്റ്റ്. ഇത് ഈ ഗ്ലാസ്സിലിട്ടിട്ട് അര ഗ്ലാസ് നേരി ചൂടുള്ള പാലിൽ, പച്ചവെള്ളത്തിലും കലക്കാം, നേരി ചൂടുവെള്ളത്തിൽ, ചൂട് പാലിൽ കലക്കി നല്ലോണം കലക്കുക. എന്നിട്ട് ഒരു പാത്രം കൊണ്ട് മൂടി വെക്കുക. ഇളക്കിയതിന് ശേഷം ഒരു പാത്രം കൊണ്ട് 10 മിനിറ്റ് മൂടി വെക്കുക. ഇനി മൈദപ്പൊടി 3 കപ്പ് മൈദ ഒരു പാത്രത്തിലെടുത്തിട്ട് പാകത്തിന് ഉപ്പും ചേർത്ത് ഉപ്പ് അതിൽ ചേരാൻ വേണ്ടി നല്ലോണം ഇളക്കും. പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഉപ്പിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. ഇല്ല, മറ്റേത് നമ്മൾ ഈസ്റ്റ് ഇപ്പോൾ കണ്ട 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. ഓരോ സെയിം നിൽക്കുന്നിടത്തോളം ആ ഈസ്റ്റ് നമ്മൾ കലക്കി വെച്ചത് മുകളിലോട്ട് പൊങ്ങി വരികയാണ്. ആ പാലിൻ്റെ കളറൊക്കെ പോയി വേറൊരു ബ്രൗൺ കളറിലായി മാറി. വൈറ്റ് പാലൊക്കെ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യുന്ന പരിപാടി? നമ്മൾ എടുത്ത് വെച്ച മാവിലേക്ക് നല്ല 1 ടീസ്പൂണായിട്ട് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഒരൊറ്റ ടൈമിൽ ഒഴിക്കുക. ഒഴിച്ചു കൊടുക്കുക. നല്ല മിക്സ് ചെയ്യണം അല്ലേ? നല്ലോണം. പിന്നെ ഇതുപോലെ തന്നെ അല്ല നമ്മള് പിന്നെ ചപ്പാത്തി പത്തിരിക്കൊക്കെ മാവ് ചപ്പാത്തിന്റെ മാവ് പോലെ തന്നെ ഒന്നും കൂടെ ലൂസാക്കി കുഴക്കുക. അത്ര തന്നെ ടൈറ്റ് ഇല്ലാതെ. പിന്നെ പാകത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. നേരി ചൂടുവെള്ളത്തിൽ ബാക്കി മാവ് കുഴച്ചെടുക്കുക. ഇതിങ്ങനെ ഇളക്കിയതിന് ശേഷം പിന്നെ ചൂടുവെള്ളം ഒഴിക്കണം? അല്ല, മറ്റേ ഈസ്റ്റ് ഒഴിച്ചതിന് ശേഷം പാകത്തിനുള്ള ചൂടുവെള്ളം പിന്നെ ചേർത്ത് കൊടുക്കുക. അത് തികയില്ല, 1/2 ഗ്ലാസ് വെള്ളത്തിലല്ലേ. നല്ല ടൈറ്റ് ഉണ്ടാവും. എല്ലാം കുഴച്ചെടുത്തിട്ട് ഇതെന്താ പരിപാടി? 1 ടീസ്പൂൺ ഓയിൽ. എന്തിനാ ഓയിൽ ഒഴിക്കുന്നത്? സോഫ്റ്റ് ആവാനോ? ഒന്ന് സോഫ്റ്റായി ഒന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ നല്ലൊരു കുഴച്ചെടുത്ത് ഇനിയിപ്പോൾ റെഡിയാ. കുഴച്ച് കഴിഞ്ഞാ ഇനി എന്താ പരിപാടി അടുത്ത്? ഇനിയും കുഴക്കുന്നുണ്ടല്ലോ. ഇതുപോലെ സോഫ്റ്റായി വരണം അല്ലേ? ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കവർ വെച്ചിട്ട് നല്ലോണം ടൈറ്റ് ആക്കുക. കവർ നല്ലോണം ടൈറ്റ് ആക്കിയിട്ട് എയർ പുറത്തേക്ക് പോവാതെ എന്നിട്ട് അതിൻ്റെ അടപ്പ് കൊണ്ട് അടച്ചു വെക്കുക. 2 മണിക്കൂറിന് ശേഷം 2-2.5 മണിക്കൂറിന് ശേഷം ഒന്ന് എടുത്തു നോക്കുക. അപ്പോൾ അത് അതുപോലെ അടച്ചു വെച്ചതാണ്. ഏകദേശം ഇപ്പോൾ ഒരു 2-2.5 മണിക്കൂറായിട്ടുണ്ട്. ഇനി ഇവിടെ ഓപ്പൺ ചെയ്ത് നോക്കി. മാവ് ഇപ്പോൾ ഏകദേശം നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ട സംഭവം കൊള്ളാല. ഇനി ഇതിന് ഇനിയും കുഴക്കണോ? ഇല്ല, ഇനി കുഴക്കണ്ട. ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് ചെറുതായിട്ട് ഉരുട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുക. എടുത്തിട്ട് ഇപ്പോൾ ഉരുട്ടാൻ നോക്കുന്നാല് ഉരുട്ടാനുള്ള പരിപാടിയിലാണ്. പൊടിയൊക്കെ ഇത് എന്ത് പൊടിയാണ്? മൈദപ്പൊടി ചെറുതായിട്ടിട്ട് പത്തിരി എത്തുന്ന പലകമ്മ ഒരുവിധം വലുപ്പത്തിൽ അത്ര വലിയ കഷ്ണങ്ങളാക്കണം. നൈസാക്കി പരത്തൂല, കുറച്ച് കട്ടിയിലല്ലേ നമ്മൾ ഉപയോഗിക്കുക. അത് ശരിയാണ്. കുബൂസ് കുറച്ച് കട്ടി ഉണ്ടാവുമല്ലോ അല്ലേ?
വെറുതെ അല്ല ഒരു പാക്കറ്റ് കുബൂസിന് 35 രൂപ 40 ഒക്കെ വാങ്ങുന്നത്. അത്യാവശ്യം കട്ടി 5 കുബൂസ് തന്നെ എത്ര മാവ് വേണോ? കുറച്ച് പൊടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഈ സാധാരണ ചപ്പാത്തിയൊക്കെ പരത്തുന്ന മാതിരി തന്നെ പരത്തിയെടുക്കുക. പക്ഷെ നല്ല നൈസാവാതെ ഒരുവിധം കട്ടിയിൽ. എന്നതാ പരത്തിക്കൂട്. എന്താ എൻ്റെ പരത്തലൊന്നും ക്ലിയർ ചെയ്യല്ല, നല്ല റൗണ്ടിൽ പരത്തേണ്ടത്. ആദ്യമായിട്ട് ഉണ്ടാക്കല്ലേ കുബൂസ്. അപ്പോൾ ഇതിന് മുന്നേ ചപ്പാത്തി ഒന്നും പരത്തലില്ല. അത് പരത്തിക്കണേ കുബൂസ് കുറച്ച് ലൂസിലല്ല, ടൈറ്റിലല്ലല്ലോ. അപ്പോൾ ഇവിടെ ഒക്കെ പരത്തിയെടുത്തിട്ടുണ്ട്. കുബൂസ് ചൂടാനുള്ള പരിപാടിയാണ്. ഇതിൽ കുബൂസ് ചൂടാൻ മതി എണ്ണ ഒഴിക്കോ? ഒന്നും ഉപയോഗിക്കില്ല, നേരി ചൂടിൽ ചുട്ടെടുക്കുക. ഇത് ഫ്രൈ ഫാൻ തന്നെ വേണമെന്നുണ്ട്. നമ്മൾ മറ്റേ ഇതിനെക്കാട്ടും ബെറ്റർ നമ്മൾ പത്തിരിയൊക്കെ ചുടുന്നതല്ലേ ഫ്രൈ ഫാനല്ലേ. കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏതായാലും തിന്ന് നോക്കട്ടെ എന്താ സംഭവം. കണ്ടിട്ടൊക്കെ കൊള്ളാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ആ ബെൽ ബട്ടനൊക്കെ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. റമദാനായിട്ട് നല്ല കുബൂസൊക്കെ അടിച്ച് ഹോട്ടലിൽ പോയിട്ട് വെറുതെ ആ ഹോട്ടലിൽ വന്ന് കുബൂസൊന്നും എടുക്കണ്ട. ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്ന മുന്നേ പത്തിരി മാറ്റി വെക്കാനാണ് ഇവൾ പറഞ്ഞത്. ഇവളിവിടെ പത്തിരി മാവ് മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. ഏതായാലും ഇപ്പോൾ ഇന്നലെയൊക്കെ ഒരു വീഡിയോ ഒക്കെ കണ്ടിരുന്നു, സമൂസ റോള് പരത്തുന്ന വീഡിയോ. എന്താ കാലോട്ടൊക്കെ കണ്ട് ചവിട്ടി കിളിമ്പിയിട്ട് ബംഗാളികൾ. അപ്പോൾ ഈ കുബൂസുകളൊക്കെ അതുപോലെ തന്നെ ആവും വരുന്നുണ്ടാവുക. നല്ല വീട്ടിൽ അപ്പോൾ നല്ല കുബൂസ് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ.